ചന്ദ്രശേഖരനോടും ആ സാറയോടും ഒന്ന് സംസാരിച്ചിട്ട് തനിച്ചവിടെ കിടത്തണ്ട. ഇവിടെ ഏതെങ്കിലും മുറി കിടത്താന്ന് പറയാം. നമുക്ക് നോക്കാലോ. പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം വേണ്ടമ്മേ. ഒരു ചെറിയ പനിയുടെ പേരിൽ മുത്തശ്ശി അവിടെ കൊണ്ടുപോയി ഇട്ടതാ. വെള്ളം പോലും കൊടുക്കാതെ വേദനിപ്പിച്ചു. ഇപ്പോ പെട്ടെന്നിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരന്റെ സമ്മാനമോ. അത് നമ്മളായിട്ട് പെട്ടെന്ന് തിരുത്തിക്കൂടാ. കുറച്ചൊന്ന് അനുഭവിക്കട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക്. നീ എന്താന്ന് വെച്ചാ ചെയ്യ. എല്ലാം പതുക്കെ പതുക്കെ മാറി വരുമേ. ചിലപ്പോ നമ്മുടെ നല്ല ജീവിതം കണ്ടിട്ടായിരിക്കും ഇനി നമ്മുടെ ശത്രുക്കൾക്ക് അസൂയ പെരുകുന്നത്. ഇപ്പൊ തലയുടെ ഭാരം കുറവുണ്ടോ ശ്യാമേ? അല്പം കുറഞ്ഞു, എന്നാലും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എടുത്തേ. ഇഞ്ചക്ഷൻ ഉണ്ട്. ഇന്നലെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതല്ലേ ഈ ഡോക്ടറെ കാണാതെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ലെന്ന്. ഇന്നലെ എന്ത് മരുന്നാ നിങ്ങൾ ശ്യാമയ്ക്ക് കൊടുത്തത്? ഇന്ന് ശ്യാമ ഏത് നേരത്തെ ഉണർന്നതെന്നറിയോ? ശ്യാമയ്ക്ക് എന്തൊരു പെയിൻ ആയിരുന്നോന്നറിയോ? ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയുന്നേ? ഡോക്ടറോട് പറയൂ. അതിനല്ലേ ഞങ്ങൾ ഡോക്ടറെ ചോദിക്കുന്നത്. പോയി വിളിച്ചോണ്ട് വാ, അല്ലാതെ ശ്യാമയുടെ ദേഹത്ത് തൊട്ടു പോവരുത്. നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയാൻ നിൽക്കുന്നേ? അവരുടെ കാര്യം അവര് പറയട്ടെ. എങ്കിൽ ഞാൻ പറയാം. എനിക്ക് അസുഖമൊന്നുമില്ല. ഇന്നലത്തെ പോലെ ബലം പിടിച്ച് എന്നെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാ ഞങ്ങൾ ബഹളം ഉണ്ടാക്കും. ഈ സ്ഥാപനത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകളൊക്കെ ഞങ്ങൾ പുറത്തു പറയും. ചെന്ന് പറഞ്ഞോ നിങ്ങളുടെ ആളുകളോട്. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. അതുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇവിടുത്തെ അവസ്ഥ എന്തായാലും അസുഖമില്ലാത്തൊരു ചികിത്സയ്ക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ മുറിയിന്ന് പുറത്തു പോ. ഈ ഇഞ്ചക്ഷൻ എടുക്കാതെ ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല. സെക്യൂരിറ്റി, സെക്യൂരിറ്റി. ആരെ വിളിച്ചു വരുത്തിയിട്ടും പ്രയോജനമില്ല. ഇന്ന് നിങ്ങൾ ശ്യാമയുടെ ദേഹത്ത് തൊടില്ല. മോറല്ലേ പറഞ്ഞു. ശ്യാമ അങ്ങോട്ട് മാറുന്നേ. ഇതെന്താ ഈ നാട്ടിലെ നീതി നിയമമൊന്നും ഇല്ലേ? ഇവരാരാ നമ്മുടെ വിധി നിശ്ചയിക്കാൻ? എവിടെ നിങ്ങളുടെ ഡോക്ടർ? എനിക്ക് കാണണം അയാളെ. എനിക്ക് നിങ്ങളുടെ ഡോക്ടറെ കാണണം.